ലോട്ടറിയുടെ കച്ചവടം എല്ലാം നന്നായിട്ട് പോണേ. എടുക്കുന്നതിന് 100 രൂപ കാശ് അടിച്ചില്ലേലും എന്റെ കാര്യങ്ങളെല്ലാം നല്ലതാക്കി തരണേ ഭഗവാനേ. ഇക്ക സംക്രാന്തിയിൽ ഒരു തട്ടിട്ട് തരാൻ പറഞ്ഞപ്പോ തട്ടിട്ടാ പോലും ഒരു മൈൻഡ് കേട്ടോ. കുറെ പൈസ തരാനുണ്ട്, അത് പോട്ടെ, അടുപ്പം വെച്ച് പറയുന്നില്ല. ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങിയേക്കാം. നാളെയാണ് പറഞ്ഞ പോലെ EMI അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. ഒറ്റ ഒരെണ്ണം വിറ്റ് പോയിട്ടില്ല. ആരേലും വന്നായിരുന്നു പിടിച്ചേൽപ്പിക്കായിരുന്നു. ഇപ്പൊ ആരിപ്പോ അമ്പലത്തിന്റെ പ്രസിഡന്റ് വരുന്നുണ്ട്, കൊടുക്കാം. പ്രസിഡന്റ് എന്തുണ്ട്? സഹായിക്കണം, ഒന്ന് എടുക്കണേ. ആഗ്രഹമില്ലാത്തോണ്ടല്ല, ഇവിടെ CCTV ക്യാമറയുണ്ട്. ഒന്ന് അങ്ങോട്ട് വന്നിരുന്നെങ്കിൽ 2 കൈയിലോടുന്നൊരു 7 കറക്ക് ഇറക്കി ഞാൻ ഭദ്രമായിട്ട് താഴെ വെച്ചേനെ. ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതിന് എന്തിനാ ഇത്ര വലിയ ഡയലോഗ്? ലോട്ടറിയാ? ഒരു ലോട്ടറി ടിക്കറ്റ് ഒന്നാക്കണെന്തിന്? അപ്പൊ 2 എണ്ണം എടുക്കല്ലേ? 2 എണ്ണം ആക്കുന്ന എന്തിന്? മൊത്തം എടുത്തോ. എന്റെ ഭഗവാനെ, ഇന്ന് കണി കണ്ടേ, ഞാൻ നാളെയും കണി കാണണേ. ഈ മൊത്തം സാധനം എടുക്കുമ്പോഴേ ഈ ലോട്ടറി തട്ടും, താഴെ ഇരിക്കണ വീങ്ങപ്പെട്ടി, ഇടി വീഴുന്ന കസേര, റോഡിന്റെ അപ്പുറത്തൊരു ഒഴിഞ്ഞ കോണ് കണ്ട, അവിടെ കൊണ്ടിട്ട് കത്തിക്കേ പറപ്പിച്ച് കളയേ ചെയ്യും. അതെന്തൊരു വർത്തമാനോ പ്രസിഡന്റ്? അതെന്തൊരു വർത്തമാനാ? തറവാട പുതുക്കി നീ തന്നാ? നിങ്ങളുടെ തറവാട് പുതുക്കിയ ഞാൻ എന്തിനാ പൈസ നിങ്ങളുടെ കുടുംബക്കാരോട് പോയി ചോദിക്കണം. എന്റെ തറവാട് പുതുക്കിയെന്ന്? ഇടേ, അമ്പലത്തിലെ തറവാടൊക്കെ പുതുക്കി എല്ലാ കടക്കാരും തന്നു, നീ തന്നോ? തരും. അതല്ല, പ്രസിഡന്റ് എന്റെ വീട്ടിലെ അവസ്ഥയൊക്കെ അറിയാമല്ലോ. 5-6 ദിവസമായി വീട്ടിലെ അടുപ്പ് പോഞ്ഞിട്ട്. നിങ്ങളപ്പോ ആഹാരമൊക്കെ എങ്ങനെ കഴിക്കും? സ്വിഗ്ഗി ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കും. ഈ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് അടുപ്പ് കിടന്ന് ഊതാനായിട്ട് ഒന്ന് എടുക്ക. ഇത് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇനി ഒരു 5000 അല്ലെ 10000 രൂപ അടിച്ചിരിക്കും. അടിച്ചില്ലെങ്കിൽ പ്രസിഡന്റ് 40 രൂപ പോയെന്ന്. അതാണ് പ്രശ്നം. ഇതുകൊണ്ടാണ് ഞാൻ ലോട്ടറി എടുക്കാത്തത്. ചില നീ ഇപ്പൊ ഒന്നാമത് അടുത്ത മാസം ഉത്സവമാണ്. ഉത്സവം വന്ന് എന്റെ മണ്ടേ കയറി ഇരിക്കുകയാണ്. ആകെ ടെൻഷൻ അടിച്ചിട്ട് അടുത്ത മാസം നമ്മുടെ ഉത്സവം. വടക്കേക്കരക്കാർ ഉത്സവം നടത്തിയപ്പോ എന്തോ ആളായിരുന്നു അറിയാമോ? ആള് കൂടും. അവരവിടെ സെലിബ്രിറ്റി സിനിമാ നടന്മാരെയാണ് ഇറക്കിയത്. ഇപ്രാവശ്യത്തെ ഉത്സവത്തിന് ഞങ്ങൾ കമ്മിറ്റിക്കാർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്തുവാ? സെലിബ്രിറ്റി ഇറക്കും, സിനിമാ നടന്മാരെ ഇറക്കാനുള്ള തീരുമാനം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അല്ലു അർജുനെ വിളിക്കോ? അതാര്? അല്ലു അർജുൻ. എന്റെ ദൈവമേ, അല്ലു അർജുൻ അറിഞ്ഞൂടെ? ഒരുപാട് ഫാൻസ് ഉള്ള ആളാണ്. പിന്നെ അല്ലു അർജുൻ ഇച്ചിരി റേറ്റ് ഒക്കെ കൂടുതലാകും. അല്ലു അർജുൻ വരികയാണെങ്കിൽ അല്ലു അർജുന്റെ കംപ്ലീറ്റ് പൈസ ഞാൻ ഇറക്കും. സത്യം? ഞാൻ സ്പോൺസർ. അല്ല, പൈസ ഇച്ചിരി തോനെ ആവും. 2 രൂപ അങ്ങോട്ട് ഇറക്കും വീശി. 2 കോടിക്കൊക്കെ അല്ലു അർജുൻ വരും. 2 കോടിയാ? കേട്ടിട്ട് എന്നെ തല ഇറങ്ങിട്ട് വയ്യ. ഞാൻ 20,000 രൂപയാണ് പറഞ്ഞത്. 20,000 രൂപ അല്ലു അർജുൻ വരും. അല്ലു അർജുൻ വരും. ഞാനിപ്പോ അല്ലു അർജുനെ കളിയാക്കിയത് പോലെ അല്ലേ? അല്ലു അർജുൻ 20,000 രൂപയ്ക്കൊന്നും വരൂല. മുക്കിളിരായന്റെ ഓട്ടം കൂടെ വിട്ടു കൊടുത്താലോ? 20,000 രൂപയ്ക്ക് അല്ലു അർജുൻ വരത്തില്ലായിരുന്നു. പക്ഷെ മുക്കിളിരായന്റെ ഓട്ടം ഉള്ളതുകൊണ്ട് എന്തായാലും അല്ലു അർജുൻ വരും. എന്റെ ദൈവമേ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഗാനമേള സൂപ്പർ ആയിരുന്നു. ഇപ്രാവശ്യം അതുപോലെ കാണുമോ? അയ്യോ, കഴിഞ്ഞ വർഷത്തെ ഗാനമേള കിട്ടില്ലായിരുന്നേ. ആ ഒറ്റ ഒരുത്തനാണ് ഗാനമേളാലും ബാക്കിയത്. ആ ARM. ആ രവിയുടെ സന്തോഷ്. ഗാനമേള തുടങ്ങിയത് ഒരു പാട്ടിട്ടത് ഈ ചെറുക്കൻ പെണ്ണുങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി ഒരു ഭയങ്കര ഡാൻസ്. ഞാൻ ചെന്ന് പറഞ്ഞ്, സന്തോഷേ, പെണ്ണുങ്ങളും കുട്ടികളും ഉള്ളതാണ്, നീ അവിടെ അല്ല കളിക്കേണ്ടത്, അങ്ങോട്ട് മാറി നിന്ന് കളിക്കായി. ഇവൻ എന്റെ അടുത്ത് മുഖത്തോട് ഒരു നോട്ടം നോക്കിയിട്ട് കണാകുണ 2 സംസാരം വാരി പറക്കിട്ട് അടിച്ച് വാഴപ്പണ വഴിയല്ലേ സന്തോഷം ഓടിയത്. പക്ഷെ ഈ സംഭവം നടക്കുമ്പോ തൊട്ടടുത്ത് ഞാനും ഉണ്ട്. ഇങ്ങോട്ട് വന്നേ. ആരെ അടിച്ചു? സ്ക്രിപ്റ്റിൽ ചെറിയൊരു ചേഞ്ച്. അപ്പൊ എന്നെ അടിച്ച് ഞാൻ വാഴപ്പണ വഴി ഓടി. പോലും ഇല്ലായിരുന്നു. അടുത്ത മാസത്തെ ഉത്സവം വരട്ട്, സന്തോഷം ഇങ്ങോട്ട് വരട്ട്. അവന്റെ 2 കൈ ഇവിടെ കടന്ന് ഉരുളും. അല്ല, അടുത്ത പ്രാവശ്യം വരെ കാത്തിക്കണ്ട. ചെറുക്കൻ തോണ്ട വരുന്നുണ്ട്. എനിക്ക് കൈ തരിച്ചിട്ട് പോയി. എന്റെ പൊന്നു പ്രസിഡന്റ്, അവൻ താമസിക്കുന്ന ഏരിയ വളരെ മോശമാണ്. ചെറുക്കനോട് പോയി ഉടക്കൊന്നും ചെയ്ത്. അവന്റെ അര കത്തി ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ അരയിലും ഉണ്ട്. എന്ത് കത്തിയോ? എനിക്ക് 7:30 മണി കഴിഞ്ഞ് വെളിയിറങ്ങാൻ പറ്റൂല, പേടിയാണ്. ഇച്ചിരി അങ്ങോട്ട് മാറി എന്റെ കച്ചവടം നടക്കും. ഓ ഭാഗ്യം, അമ്പലം അവിടെ ഉണ്ട്. അതെന്തോ സന്തോഷം, വർത്തമാനം. അല്ല, അമ്പലം പോലും വിഴുങ്ങാൻ ഹെൽപ്പുള്ള പലവന്മാരും ഇവിടെ ഉണ്ടല്ലോ. അയ്യോ, അനാക്കോണ്ടെ ഒന്നും അല്ല. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. സന്തോഷം, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എനിക്കൊരു കാര്യം. ഞാൻ കയ്യിൽ കൊടുക്കാൻ തുടങ്ങി. അയാൾ എന്തിനോട് എവിടെ പോയി? എന്റെ പുറകെ ഉണ്ട്. കങ്കാരുവിന്റെ കുഞ്ഞാടേ ഇത്. കിടന്ന് ചാടിക്കോ, അടുത്ത ഉത്സവത്തിന് നീ ഓടും. സന്തോഷേ, കഴിഞ്ഞ ഗാനമേളക്ക് നീ എന്നെ അടിച്ച് അത് വീട്. അതാ അടിച്ചിട്ട് വിട്ട്, ഇല്ലെങ്കിൽ നീ ചത്തേനെ. ഓടിയത് അതല്ല, ആ മാറ്റർ വിടായി. എടാ, ഒന്നും ഇല്ലെങ്കിലും പ്രസിഡന്റ് സ്റ്റാറ്റസ് നീ നോക്കണ്ടേ? ഞാൻ നോക്കിയായിരുന്നല്ലോ. എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് വെച്ചാൽ ജീവിതം അവസാനിച്ചു പോകും. ശുഭദിനം.
ഒരു ലവ് ചിഹ്നവും 3 കുത്തും ഉണ്ടായിരുന്നു. ആ ഇടും. എവിടെ അമ്പലത്തിൽ വരുന്ന ഏതോ പെണ്ണുങ്ങളെ ഇവൻ വളപ്പനാണ്. ഇവന്റെ കൂടെയുള്ള സഹകരണം എടി ജലജലക്ക് നിനക്ക് എവന്റെ കൂടെയുള്ള സഹകരണം നല്ലതിനല്ല. അയാൾ വന്നിട്ട് ഇവിടെ എന്തെങ്കിലും പ്രസിഡന്റ് ഐഡിയ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? എന്തെങ്കിലും പുരോഗതി? അങ്ങനെ മാത്രം സംസാരിക്കരുത്. ഞാൻ പ്രസിഡന്റായി വന്നതിന് ശേഷം എന്തുമാത്രം മാറ്റങ്ങളാണ് വന്നത് ഇവിടെ. വന്നു. നീല ടാർപ്പ കെട്ടി ജീവിച്ചോണ്ടിരുന്ന നിനക്കിപ്പോ 3 നില വീട്, 5 ബെഡ്റൂം, 10 കക്കൂസ്, 10 ബാത്റൂം ഒക്കെ മോശമല്ലോടാ. പാവങ്ങളെ പറ്റിച്ച് തിന്നുവല്ലേ യവൻ അറിയാം. വയറ്റി പിടിക്കൂല. അതുകൊണ്ടാണ് 10 കക്കൂസൊക്കെ ഇറക്കിയേക്കുന്നത്. ശരി ശരി. അതും പോട്ടെ. ജലജ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. എന്റെ ഭർത്താവിനില്ലാത്ത ഡൗട്ട് നീ എന്റെ അടുത്ത് വന്ന് പറഞ്ഞേക്കരുത്. ഞാൻ പറഞ്ഞു അതല്ല, ഇത് കറക്റ്റ് അമ്പലം തന്നെയാണോ എന്ന് ഡൗട്ട് ഉണ്ട്. ഇവ ഏതോ ആർട്ടുകാരെ വിളിച്ച് സെറ്റ് ഇട്ടേക്കാണ്. അല്ലെങ്കിൽ കാറ്റത്താടും ആ തുമ്പി നിന്ന് കിടന്ന് ആടുന്നുണ്ടോ? അത് അമ്പലം ആടുന്നല്ല, അമ്പല പ്രാവ്. അത് കൂട് വെച്ചേക്കും. ആണ് ഇവ ഭയങ്കര അലമ്പൻ. ഇവന്റെ കൂടെ കൂട്ട് നല്ലതിനല്ല. അലമ്പാണ് ശരി. പക്ഷെ നീ കഴിഞ്ഞ ഘോഷയാത്രക്ക് എന്തോ അലമ്പായിരുന്നു. അതറിഞ്ഞില്ലേ? എനിക്ക് അവനെ ഇടിക്കാൻ മുട്ടിയിരിക്കണ്. അതായത് നമ്മൾ ഘോഷയാത്രയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ മയിലാട്ടം നടത്താൻ 2-3 ആർട്ടിസ്റ്റുകളെ വിളിച്ചു വരുത്തിയില്ലായിരുന്നു. മധുരയിൽ 3 മൈലിനെ ഞാൻ തന്നെ ഇറക്കിയത്. ഞാൻ നോക്കിയപ്പോ ഇവനും എന്റെ കൂട്ടുകാരും ആ മയിലാട്ടത്തിന് വന്ന പിള്ളേരെ മണ്ണി കുനിച്ച് നിർത്തിയിട്ട് പീരിയുള്ള പീരിയെല്ലാം അവസാനം അമ്പലമുറ്റത്ത് ഘോഷയാത്ര വന്നപ്പോ ഞാൻ കണ്ടു പ്രസിഡന്റ് ഘോഷയാത്രയുടെ ഫ്രണ്ടിൽ 2-3 കാടക്കുഞ്ഞുങ്ങൾ പിന്നെ പീരിയെല്ലാം പറിച്ചെടുത്ത് അവരെന്തോ ആട്ടും. അവസാനം പൈസക്ക് വന്നപ്പോഴേ പീലി എവറാ മൈല എന്ന് ചോദിച്ചോണ്ട് ഞാൻ പൈസ പകുതിയെ കൊടുത്തു. ആയിരിക്കുന്നു പീലി കൺപീലി. എന്തെങ്കിലും മറുപടി പറയരുത്. ഇതുപോലുള്ള ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വളർത്തുകയേ ചെയ്യരുത്. കുറച്ചു നേരം മിണ്ടായിരുന്നു നാണം കെട്ടങ്ങ് പൊക്കോളൂ. അങ്ങനെ ഞാൻ പോകൂല. അതല്ല ഇറക്കപ്പോവിടുന്ന്. ഇന്നത്തെ ലോട്ടറിയുടെ റിസൾട്ട് വരാൻ സമയമായി. എന്റെ സന്തോഷേ ഞാനതങ്ങ് മറന്നുപോയി. പ്രസിഡന്റേ, ഇന്ന് 100-ന് 2 അടിയുണ്ട്. ഒരു 100 രൂപ അവന് 2 അടി കൊടുക്കും. അതല്ലെന്ന് ലോട്ടറി എന്റെ 100-ന് 2 ലെറ്റർ അടിയുണ്ടെന്ന്. സന്തോഷേ നീ ഇന്നലെ ഒരു ലോട്ടറി എടുത്തില്ലായിരുന്നോ? പ്രസിഡന്റ് ഇവന് ലോട്ടറി അടിച്ച് 1-ാം സമ്മാനം 1 കോടി രൂപ. അയ്യോ ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും അല്ലല്ലടാ. എടാ ദൈവം എന്റെ കൂടെ. അതുകൊണ്ടാണ് എനിക്ക് 1 കോടി രൂപ അടിച്ച് എടി ജലജലക്കി നോക്കി ഈ അമ്പലം ഞാൻ പുതുക്കി പണിയും. എന്നിട്ട് അവിടെ ഒരു പ്രസിഡന്റിനെ ഇരുത്തും. ഞാൻ ഇരിക്കാളിയാ. നീ വായും കീറി വെളിയിൽ പോയിരുന്നാ മതി. നിനക്ക് പ്രസിഡന്റ് ആവാൻ പറ്റുമോ? ഞാനോ? പ്രസിഡന്റ് ആക്കും. എന്നിട്ട് ഗാനമേള സമയത്ത് കമ്മീഷണറിനെ വിളിച്ചിട്ട് നിന്റെ ഈ കാല് 2 ഞാൻ തല്ലി ഓടിക്കും. നിന്റെ ഈ കൈ അടിച്ചോടിക്കും ഞാൻ. പ്രസിഡന്റ് ആക്കുമെന്ന് ഉറപ്പാണോ? ഉറപ്പ്. അങ്ങനാണ് മണിക്കൂർ ഇടവിട്ട് ഞാൻ നിന്നോട് വന്ന് തറവാടാൻ ചോദിക്കോടാ. തന്നില്ലെങ്കിൽ വായിക്കാത്ത തുണി കുത്തിക്കേറ്റി കണ്ണി ചൂട് പുഷ്പം മാറി ഇടുവടാ. മതി. ഇത്രയും ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരു ഫ്രണ്ടിനെയാണ് എനിക്ക് വേണ്ട. ഷൈൻ ചെയ്തത് പോരെ? അതല്ലടാ, അടിച്ച ലോട്ടറി എടുത്തിട്ട് എന്റെ പുറകെ നിന്റെ പേരെഴുതി സൈൻ ചെയ്. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ തരണം. പൈസ കിട്ടട്ടാ. എടാ ഇത് 10 രൂപ നോട്ടിനകത്ത് സൈൻ ചെയ്താൽ കിട്ടും. ലോട്ടറി എടു. വന്നില്ല, കിട്ടിയില്ല. ഇതെന്തോടെ പ്രോപ്പർട്ടി ഇല്ലാതെ ആക്ഷൻ പ്ലേ. ലോട്ടറി എടു. ലോട്ടറി ലോട്ടറി കാണുന്നില്ല. എനിക്ക് എന്തിനാ ലോട്ടറി? ഒന്ന് ആലോചിച്ചൊക്കെ കിട്ടും. നീ വെപ്രാളപ്പെടാതെ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ കണ്ട ആദ്യം നടക്ക്. ഞാനൊന്ന് ആലോചിക്കട്ടെ ഇത് എവിടാന്ന്. അതായത് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വന്നതിന് ശേഷം അടുത്ത മാസം 16 അടിയന്തര. അതായത് ഞാൻ വൈകുന്നേരം വീട്ടിൽ നിന്ന് വന്നപ്പോ ഒന്നും സമ്മതിക്കില്ല. അതായത് ഞാൻ അവിടെ നിന്നപ്പോ 10 രൂപ ലോട്ടറിയും കൊണ്ടുവന്നു. 10 രൂപ വഞ്ചിയിലിട്ടു. 10 രൂപയ്ക്ക് പകരം ലോട്ടറി എടുത്ത് വഞ്ചിയിലിട്ട്. ദൈവമേ ദൈവമേ ഈ ദുരന്തമന്തമില്ലാതെന്തേ. ദൈവമേ ദൈവമേ ദൈവമുണ്ട്. ചെയ്യാനാടാ അങ്ങനെ കയ്യോ കാലം പിടിച്ചിട്ട് തുറന്നു തരാം.
പ്രസിഡന്റ് നീ ആദ്യം വിളിച്ചില്ല ഇന്ത്യൻ പ്രസിഡന്റ് അങ്ങനെ വിളിയടാ. അതല്ല. ഇല്ല അങ്ങനെ വിളിച്ച അതാണ് രസം. കാല് ഞാൻ എന്തോ എന്റെ കാല് പിടിക്കല്ലേ. എന്തോ കാല് നേരത്തെ നീ അടിച്ചോടിച്ച് നീ. അല്ല ഞാൻ എന്റെ കൈ പിടിക്കല്ലേ. കൈ നീ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടേ ചവിട്ടി പിടിച്ച് ഓർമ്മയുണ്ടോ ഒരു 10 മിനിറ്റ് മനസ്സിൽ വെച്ച് പെരുമാറുന്നല്ലേ. തന്നെ പ്രസിഡന്റ് നീ സംസാരിക്കല്ലേ. ഞാൻ പറയട്ടെ പ്രസിഡന്റ്, എന്തെങ്കിലും ഒന്ന് കാണണം. അത് കണ്ടോ? ഇങ്ങനെ കാണാൻ പറ്റും. എന്റെ 2 കണ്ണിൽ നീ ചൂട് മണ്ണ് വാരിയിട്ടില്ലേ നേരത്തെ. എനിക്ക് കാണാൻ പറ്റോ? ഇങ്ങനൊന്നും പറയല്ലേ. അങ്ങനെ പറയാനും പറ്റൂല. വായിക്കാത്ത തുണി കുത്തി കയറ്റിട്ടാണല്ലോ. ദൈവം എന്റെ കൂടെ കയ്യോ കാലം പിടിച്ചിട്ട് ഞാൻ ഒന്ന് എടുക്കട്ടെ അങ്ങോട്ട്. നീ എന്തിനടി ലോട്ടറി അങ്ങ് വരെ പോയിട്ടില്ല. ദാണ്ട കിടക്കുന്നുണ്ടോ നോക്ക്. കിടക്കുന്നുണ്ടാ. അയ്യോ തുമ്പ് കാണാം. എടുത്തേരാമേ. ഇനി വരുമ്പോ എടി ജലജ ഇത് എടുക്കണേ. ശ്രദ്ധിക്കണ്ടേ. CCTV ക്യാമറ ശ്രദ്ധിക്കണ്ടേ ഇതൊക്കെ. എടാ ലോട്ടറി എടുത്തോടാ. ലോട്ടറി ഒന്ന് തന്ന തുറന്നെടുക്ക തരാം. ഇതെടുത്ത് തന്ന് ലോട്ടറി എടുത്ത് നിനക്ക് തരാം. ഈടാ ഇതുവഴി പോണോ പുഴുത്ത പട്ടിക്ക് കൊടുത്താലും നിനക്കെടുത്ത് തരൂലടാ. എനിക്ക് നീ തരില്ല. അമ്മാതിരി ദ്രോഹമാണ് നീ എന്നെ ദ്രോഹിച്ചത്. കുഴപ്പമില്ല. ഞാൻ ലോട്ടറി എടുത്തിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയില്ല ഞാൻ പ്രതീക്ഷിച്ചോ. എനിക്ക് വേണ്ട ലോട്ടറി. നിനക്ക് വേണ്ടെന്ന് പറഞ്ഞ എന്റെ കമ്മീഷൻ ലോട്ടറി വേണ്ട. ഞാൻ ഇതൊന്നും പണം കണ്ട് മോഹിച്ച് നടക്കുന്നവനല്ല. ഇറങ്ങി പോടാ. വൺസ് അഗൈൻ പ്രസിഡന്റ്, എന്റെ വീട്ടിലെ അവസ്ഥ പ്രസിഡന്റിന് അറിഞ്ഞൂടാ. 5-6 ദിവസമായി അടുപ്പ് വന്നിട്ടാ. സ്വിഗ്ഗിന്ന് വാങ്ങിച്ച് കയറ്റിയല്ലേ നേരത്തെ പറഞ്ഞു. എടി ജല നീ എന്തോന്ന് പറഞ്ഞ ഇതിനകത്ത് കയറി പ്രസിഡന്റ് ആയിട്ട് ഇരുന്നിട്ട് എന്നെ ഇവിടെ ലോട്ടറി വിൽക്കാൻ ഇരുത്തുവന്നാ. അത് പറഞ്ഞാ പറ്റൂല. ഇല്ല എടി നീ ഇവിടുത്തെ അയൽക്കൂട്ടത്തിന്റെ പ്രസിഡന്റ് ആയ പോലും നിന്നെ ഇവിടുത്തെ പ്രസിഡന്റ് ആക്കൂല. ഇങ്ങനൊന്നും പറയല്ലേ പ്രസിഡന്റ്. വാതോരാതെ എന്തൊക്കെയോ പറയുന്നു. ഞാൻ നിർത്തൂല. ഇത് എടുത്ത് നമ്മുടെ അമ്പലത്തിന്റെ കീർത്തി കേട്ടിട്ട് അന്യ സംസ്ഥാനം അങ്ങ് പഞ്ചാബിന്ന് വരെ ആള് വന്നേക്കുന്നു. പഞ്ചാബിന്ന് വന്ന ആളല്ല, പിന്നെ വന്ന ആളാണ്. നീ നോക്കിയോ ജലജെ, ഇവ ആദ്യം അമ്പലത്തിൽ നോക്കി ഒന്ന് തൊഴും. ഇടം കണ്ടിട്ട് നമ്മളെ ഒന്ന് നോക്കും. വഞ്ചിയുടെ അടുത്തോട്ട് പതുക്കെ നീങ്ങും. അവിടെ ഇരിക്കുന്ന ഭസ്മം എടുത്ത് ഇട അറിഞ്ഞുടെങ്കിലും ഭാര്യ പൊത്തി കണ്ണി കൂടെ തേച്ച് ഇടും. എന്നിട്ട് പതിയെ കുനിഞ്ഞവിടെ ഇരിക്കും. കുമ്പിട്ട് തൊഴാനായിരിക്കും. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ അതിനകത്ത് കിടക്കുന്ന 1 കോടി രൂപയുടെ ലോട്ടറി എടുക്കാനാണ് അവന്റെ ശ്രമം. സന്തോഷിന്റെ അല്ല, സന്തോഷാണ് വേഷം മാറി വന്നിരിക്കുന്നത്. അരേ ബായ് കെയ്സാഹും ഞാനങ്ങ് ഡൽഹിയിൽ നിന്ന് ഇങ്ങനെ വരികയായിരുന്നു. ഡൽഹി തമിഴ് എന്നെ കൂടെ നിദ്ര വെക്കും. അയ്യോ ഇതെന്തോ സന്തോഷ നീ ആടികൊണ്ട് ചുരുള് ഇവിടെ കിടന്ന്. എന്താ പ്രശ്നം അങ്ങനെ പറഞ്ഞേ? പിടിച്ചോ സന്തോഷേ, നീ ഏത് വേഷം മാറി വന്നാലും ഞങ്ങൾ നിന്നെ പുഷ്പം പോലെ പൊക്കും. എന്തോ അങ്ങനെ പിടിക്കുന്നത്? എടാ എങ്ങനെ വന്നാലും നിന്റെ ഓഞ്ഞ സൗണ്ട് തേഞ്ഞോട്ടി സ്ലിപ്പർ വരില്ലേടാ. അങ്ങനാണെങ്കിൽ എനിക്ക് തരുന്നുണ്ടോ? ഏത് ഇത് തുറന്നു വരുന്നുണ്ടോ? എടാ പോടാറി. നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ പോലീസിനെ വിളിക്കും. CCTV ക്യാമറ ഇരുപണ്ട് സന്തോഷം അടി വാങ്ങിച്ചു. നീ പോ. എടാ നിനക്ക് നമ്മുടെ പയ്യന്മാരല്ല, അതുകൂടെ നമ്മുടെ ഏരിയ അറിയാലോ. അവന്മാര് വെട്ടു എന്ന് പറഞ്ഞാൽ വെട്ടു. ഇത് എടുത്ത് കാണിച്ചു തരാം നിന്നെ. നിനക്ക് പയ്യന്മാരെ അറിഞ്ഞൂടാ നമ്മളടുത്ത്. പ്രസിഡന്റിനെ പറ്റി ഞാൻ ഇങ്ങനൊന്നും അല്ല വിചാരിച്ചു. ഒന്നുമില്ലല്ലോ, അവൻ നമ്മുടെ നാട്ടിലെ പയ്യനാ. അവന് പൈസ ഇല്ലാത്തോണ്ടായി ചെറിയ വികൃതികളൊക്കെ കാണിക്കുന്നത്. പൈസ കിട്ടിയെന്ന് ഞാൻ ഇപ്പോഴേ നന്നായി. നീ എന്നെ കുറിച്ച് എന്താണ് വിശ്വസിച്ചത്? ഭയങ്കര മോശം അഭിപ്രായം കേട്ടോ. അങ്ങനെ അതല്ല, എനിക്കെന്തിനാണ് കണ്ടവന്മാരുണ്ടാക്കിക്കൊണ്ട് ലോട്ടറി എടുത്ത പൈസ? ആ പൈസ മാറ്റി വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് ദഹിക്കോ? നാട്ടുകാർ പലതും പറഞ്ഞോളൂ, അമ്പലം വിഴിഞ്ഞാണ്, മറ്റവനാണ്, മറിച്ചവനാണെന്ന്. ഇന്ന് വരെ ദൈവത്തിന്റെ 1 രൂപ ഞാൻ അറിഞ്ഞെടുത്തിട്ടില്ല. അറിയാമോ? എടുത്തില്ലെന്നൊരു കാര്യമുണ്ട്. ഇത് നിയമവിരുദ്ധമാണ്. പാവപ്പെട്ട ചെറുക്കന്റെ ജീവിത വരുമാന മാർഗമാണ്. നിനക്ക് എന്തെങ്കിലും കമ്മീഷൻ കിട്ടിക്കോട്ട്, ഞാൻ എന്തായാലും തുറന്നെടുത്ത് കൊടുക്കാൻ പോകും. സത്യം. നീ ഒരു കാര്യം സന്തോഷിനെ വിളിച്ച് വരാൻ പറ. വിളിച്ചു പറ. നമുക്കാരും പൈസ ഒന്നും വേണ്ടേ. ഹലോ സന്തോഷേ, എവിടാ? ഞാനാണ് വീട്ടിലോട്ട് വന്നയാ. എടാ പ്രസിഡന്റ് നിന്നെ കാണാൻ പറഞ്ഞു. പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഒരുപാട് ലോട്ടറി. അവന് ഭയങ്കര വിഷമമുണ്ടോ? സൗണ്ടിലൊക്കെ അത് അറിയാം. എടാ സന്തോഷേ, ഒരു കാര്യം പറയട്ടെ. ഒന്നുമില്ല. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്ത് സന്തോഷം? എന്തുവാടാ നീ കാണിച്ച? ഞാനൊരു കാര്യം പറയട്ടെ. എടാ നിന്റെ ഭാഗ്യം. എന്റെ ഭാഗ്യം കളയാൻ വേണ്ടി വന്നവനാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ കമ്മീഷൻ കിട്ടുന്നത് അവന്റെ സൈഡിൽ തരുന്നത്. സന്തോഷം നിന്റെ തലമുടി അടിച്ചോ. അങ്ങോട്ട്
രമേശ് എന്തോ കാണിക്കുവാ? ഇത് ഇളക്കാൻ പോവാ. നിനക്ക് എന്തിന്റെ ഇളക്കമാടാ? ഞാനൊരു കാര്യം പറയട്ടെ. അയ്യോ, ഒന്നും പറയണ്ട. നീ എടുത്തോണ്ട് പോവരുത്. മോഷണ കേസോ വഞ്ചി എടുത്തോണ്ട് പോവല്ലേ. മിണ്ടിയാ നിന്നെ ഞാൻ കൊല്ലും. ചെറുക്കന് എന്തോ കാണിക്കുവാ? പ്രസിഡന്റ് അതെന്തുവാ? ഇത് തുറക്കണ്ടേ അവിടെ ചെല്ലും. നീ എന്നെ മന്ദബുദ്ധിയാന്ന് പ്രസിഡന്റ്. മനസ്സമാധാനമായി. ഇനി അറിയപ്പെടുന്ന കോടീശ്വരനായിട്ട് ഞാനൊരു വിറക്കമുണ്ട് നോക്കി. എടാ പോലീസ് കേസാ ഇവിടെ പറഞ്ഞിട്ട്. കുഴപ്പമില്ലടാ, എന്റെ പൈസ ഉണ്ട്. അവൻ വഞ്ചി എടുത്തോണ്ട് ഓടി. ഓ, ഞാൻ കണ്ട്. നീ എന്തോന്ന് പറഞ്ഞത്? ആ പാവപ്പെട്ട ചെറുക്കൻ 1 കോടി എടുത്തുകൂടെ അവ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെന്നാ. എടി, അവനൊക്കെ പൈസ കിട്ടിയിട്ട് എന്തോന്ന് ഗുണവടി. അവൻ ജന്മകാലത്ത് രക്ഷപ്പെടൂല. ഈ പൈസ ഭഗവാനുള്ളതാണ്, മനസ്സിലായ? ഭഗവാനുള്ളത്. അപ്പൊ സന്തോഷനോ? അതൊക്കെ കേരള പോലീസ് കൊടുക്കേണ്ട സമയത്ത് എന്നെ കറക്റ്റാ കൊടുത്തു കാണും. എന്തിന്? വഞ്ചിയല്ലേ എടുത്തോണ്ട് ഓടിയത്. അയ്യോ സാറേ, അടിക്കല്ലേ സാറേ, ഞാൻ ഈ വഞ്ചി മോട്ടിച്ചതല്ലേ. കൊണ്ടുപോകണ്ട. അവന് കിട്ടാനുള്ള കിട്ടി. സന്തോഷേ. Rega, rega, maga, maga,